മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് PS പ്രശാന്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ വിദഗ്ധ ചികിത്സ നൽകുകയാണ്. റോഷിവാലുണ്ട് നമുക്കൊപ്പം. റോഷി, അപ്പോൾ ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് വിവരം. അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഷി? ഷിയാസ്മൃതി, ഇന്നലെയാണ് PS പ്രശാന്ത് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോഴും PS പ്രശാന്ത് ചികിത്സയിൽ തുടരുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കിയിട്ടില്ല. നേരത്തെ ജയിലിൽ കഴിയുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പൊടുന്നനെയാണ് ആരോഗ്യനില വഷളായത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് PS പ്രശാന്ത് നേരത്തെ അറസ്റ്റിലായത്. തുടർന്നാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ PS പ്രശാന്തിന് നേരിട്ടത്. ഏതായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ PS പ്രശാന്തിന് ലഭ്യമാകുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ കൂടിയാണ് PS പ്രശാന്ത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് ഒരുപക്ഷെ ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ PS പ്രശാന്തിനുണ്ടായിരുന്നു. അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്നാണ് പരിശോധനയിൽ തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും ഇന്ന് 10 മണിയോടെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ശരി റോഷി.